Hello, Assalamu alaikum. Once again, welcome back to my channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെന്ന പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലോഫേൻ ഷീറ്റ് എങ്ങനെയൊക്കെ കട്ട് ചെയ്യാമെന്നും ആ കോൺ എങ്ങനെയൊക്കെ റോൾ ചെയ്യാമെന്നും പിന്നെ അതിന്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലൊരു വലിയൊരു ഷീറ്റ് ആയിട്ടാണ് നമുക്ക് സെലോഫേൻ ഷീറ്റ് കിട്ടുക. എല്ലാ സ്റ്റേഷനറി കടകളിലും ഈ ഷീറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഇത് മെഷർമെന്റ് ഒന്നും എടുക്കാതെയാണ് കോണിന് വേണ്ടി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഒരു ഷീറ്റിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ആ മടക്കിയ ഭാഗം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സാധാരണ ഒരു കോൺ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 8x5 മെഷർമെൻറ്റിലുള്ള സെലോഫേൻ ഷീറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സെലോഫേൻ ഷീറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പീസ് സെലോഫേൻ ഷീറ്റ് പോലും വേസ്റ്റ് ആവാതെ നമുക്ക് എല്ലാ പീസും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിനൊന്നുകൂടെ മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നന്നായിട്ട് ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത പീസ് ഒന്നുകൂടെ ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ചിട്ട് വീണ്ടും മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മടക്കുക, ഓപ്പൺ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒരു തവണ കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് പോലും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ സെലോഫേൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-20 കോൺ റോൾ ചെയ്യാനുള്ള സെലോഫേൻ ഷീറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെലോ ടേപ്പും പിന്നെ ഒരു പിന്നും കൂടി വേണം. സെലോഫേൻ ഷീറ്റിൻ്റെ 1/3 ഭാഗം ലെങ്ത്തിൻ്റെ അവിടെ ലെഫ്റ്റ് തമ്പ് കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓപ്പോസിറ്റ് കോർണർ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുക. അവിടെ ലെഫ്റ്റ് തമ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ലൂസായിട്ട് വേണം ആദ്യം റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പിൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോള് മേലെ ലീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ കോൺസും യൂണിഫോം ആയിട്ടുള്ള ഹോള് കിട്ടുന്നതായിരിക്കും. പിൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കോണിൻ്റെ ഉള്ളിലത്തെ ലെയർ ഒന്ന് താഴോട്ടേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമ്മുടെ ഈ കോണിൻ്റെ ടിപ്പ് നല്ല ടൈറ്റായിട്ട് വരും. അത് നമ്മുടെ പിന്നിൻ്റെ സെയിം സൈസ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കോണിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സെലോ ടേപ്പ് നമ്മുടെ ഈ കോർണറിൽ ട്രയാങ്കിളായിട്ട് വരുന്ന ആ ഒരു കോർണറിൽ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയൊരു പീസ് സെലോ ടേപ്പ് എടുത്തിട്ട് ഇതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പിന്ന് റിമൂവ് ചെയ്യാം. ആ ഒരു ടിപ്പിന്ന് കൈവിടാതെ നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കോൺ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെലോ ടേപ്പ് തന്നെ ഒട്ടിച്ചാൽ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ കോൺ ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് സീൽ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഹെന്ന പേസ്റ്റ് നിറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴിയുള്ളൊരു ജാറിലേക്ക് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഒന്ന് ഇറക്കി വെക്കാം. ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് നമ്മുടെ ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില വെച്ച് തന്നെ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഹെന്ന പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് കാരണം ഒട്ടും തന്നെ പേസ്റ്റ് വേസ്റ്റ് ആവാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് പേസ്റ്റ് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് മെല്ലെ ഇതിൽ നിന്നെടുത്ത് മാറ്റാം. എന്നിട്ടിതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഫില്ല് ചെയ്തതിന് ശേഷം
ഇത് കോണിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കോണിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് നന്നായിട്ട് കടത്തിയതിന് ശേഷം നമുക്ക് എയർ ബബിളൊന്നും കിടക്കാത്ത രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാനിത് സെയിൽ ചെയ്യുന്ന കാരണം ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുന്നുണ്ട്. എൻ്റെ കോണ് 26 to 27 ഗ്രാമാണ്. ഇനി നമുക്കൊരു സെല്ലോ ടേപ്പ് ഡയഗണലായിട്ട് ഇതുപോലെ ഇതിൻ്റെ എൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒരു സെല്ലോ ടേപ്പ് നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എൻഡ് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേസ്റ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ കട്ട് ഡിസൈൻ വരുന്നുണ്ടോ നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു എൻഡ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മേലത്തെ പോർഷൻ താഴേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും ട്രയാങ്കിളായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് 2 പ്രാവശ്യം ഇതുപോലെ താഴോട്ടേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് മടക്കി കൊടുക്കാം. അതിന് നമുക്ക് ആദ്യം ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോൺ ഒട്ടും തന്നെ ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡും ഒന്നുകൂടെ സീൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സെല്ലോ ടേപ്പ് ഈ ഒരു കോണിൻ്റെ ചുറ്റിലും ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പീസ് സെല്ലോ ടേപ്പ് നമ്മുടെ ഈ കോണിൻ്റെ ഡയഗണലായിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോണ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഈ ഒരു കോണ് സെയിൽ ചെയ്യുന്ന കാരണം ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ കൂടി ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹെന്ന പേസ്റ്റ് മേക്കിംഗ് വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.